ഹ്യൂമാനിറ്റീസ് കഫേയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് +2 ഹിസ്റ്ററി ഓണപരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ ആദ്യത്തെ 6 പാഠത്തിൽ നിന്നാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത്. സോ നമുക്ക് ആ 6 പാഠം ഒന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. പിന്നെ ഈ ഒരു വീഡിയോയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇംഗ്ലീഷ് മീഡിയംകാർക്കും മലയാളം മീഡിയംകാർക്കും ഒരുപോലെ യൂസ്ഫുൾ ആകുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്തിട്ടൊന്ന് കാണാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ആദ്യത്തെ നമ്മുടെ പാഠത്തിൽ നിന്ന് തന്നെ നമുക്ക് വരുന്നതാണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ അഥവാ ഹാരപ്പൻ സംസ്കാരം, സിന്ധു നദീതട സംസ്കാരം അല്ലേ. ഇത് ഈ ഒരു ക്വസ്റ്റ്യൻ എന്താണ്, നമുക്ക് എസ്സേക്ക് ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇതിലൊരു മാറ്റവും ഇല്ല കേട്ടോ. 8 മാർക്കിന് നമുക്ക് ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഏത്, സിന്ധു നദീതട സംസ്കാരം അഥവാ ഹാരപ്പൻ സംസ്കാരത്തെ കുറിച്ചിട്ട് എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ എന്തൊക്കെ എഴുതണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോഹൻജദാരോനെ കുറിച്ചിട്ട് നമ്മൾ അവിടെ എഴുതണം. ഓക്കെ, പിന്നെ അത് മാത്രമല്ല മോഹൻജദാരയിലുള്ള നമ്മുടെ സിറ്റാഡൽ, ലോവർ ടൗൺ അല്ലേ, കോട്ട നഗരവും അതുപോലെ തന്നെ കീഴ്പട്ടണം, അതാണ് ലോവർ ടൗൺ എന്ന് പറയുന്നത്. കോട്ട നഗരം, കീഴ്പട്ടണത്തെക്കുറിച്ച് നമ്മൾ എഴുതണം. ഓക്കെ, പിന്നെ സിറ്റാഡൽ അഥവാ കോട്ട നഗരം നമ്മൾ എഴുതുമ്പോൾ വെയർ ഹൗസും ഗ്രേറ്റ് ബാത്തിനെ കുറിച്ചും എഴുതണം. വെയർ ഹൗസ് എന്ന് പറയുമ്പോൾ എന്താണ്, ദാനിപുരയെ കുറിച്ച് എഴുതണം. ഗ്രേറ്റ് ബാത്ത് എന്ന് പറയുമ്പോൾ എന്താണ്, വലിയ കുളിപ്പുര അല്ലേ. ഇത്രയും കാര്യങ്ങൾ സിറ്റാഡൽ അഥവാ കോട്ട നഗരത്തിൽ എഴുതണം, വെയർ ഹൗസും ഗ്രേറ്റ് ബാത്തും. ഇനി ലോവർ ടൗൺ അഥവാ കീഴ്പട്ടണത്തിനകത്ത് നമ്മൾ അവിടെ എഴുതേണ്ട മെയിൻ കാര്യം അവിടുത്തെ ഡൊമസ്റ്റിക് ആർക്കിടെക്ചർ ആണ്. ഗാർഹിക വാസ്തുവിദ്യ എങ്ങനെയായിരുന്നു എന്നുള്ളത് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് എഴുതേണ്ടതുണ്ട്. ആൻഡ് അതുപോലെ തന്നെ നമ്മൾ അവിടുത്തെ ഡ്രെയിനേജ് സിസ്റ്റം അഥവാ അഴുക്കുചാൽ സമ്പ്രദായത്തെക്കുറിച്ചും എഴുതേണ്ടതുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എഴുതുമ്പോൾ മാത്രമാണ് നമ്മുടെ ഈ ഒരു എസ്സേ കംപ്ലീറ്റ് ആവുക. മോഹൻജദാരോ എന്താണ്, നമുക്കതെല്ലാം ഇൻട്രൊഡക്ഷൻ ബേസ് ചെയ്ത് നമ്മുടെ സിന്ധു നദീതട സംസ്കാരത്തെക്കുറിച്ച് എഴുതാം, മോഹൻജദാരോനെ കുറിച്ച് എഴുതാം. പിന്നെ സിറ്റാഡൽ, ലോവർ ടൗൺ, സിറ്റാഡൽ മീൻസ് കോട്ട നഗരം, അവിടെ നമ്മൾ വെയർ ഹൗസ് അഥവാ ദാനിപുരയെ പറ്റിയും ഗ്രേറ്റ് ബാത്ത് അഥവാ വലിയ കുളിപ്പുരയെ പറ്റിയും ഡീറ്റെയിൽ ആയിട്ട് എഴുതി പോകുന്നു. പിന്നെ ലോവർ ടൗൺ അഥവാ കീഴ്പട്ടണം നമ്മൾ എഴുതുമ്പോൾ അവിടുത്തെ ഗാർഹിക വാസ്തുവിദ്യ അഥവാ ഡൊമസ്റ്റിക് ആർക്കിടെക്ചറിനെ പറ്റി എഴുതുന്നു. പിന്നെ ഡ്രെയിനേജ് സിസ്റ്റം അഥവാ അഴുക്കുചാൽ സമ്പ്രദായത്തെ പറ്റി എഴുതുന്നു. അപ്പോൾ ആ ഒരു പാറ്റേൺ മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. അത് ഉറപ്പായിട്ട് എല്ലാവരും പഠിച്ചിട്ട് പോവുക. ഉറപ്പായിട്ടും ചോദിക്കുന്ന ചോദ്യമാണ് കേട്ടോ. ഇതില്ലാതെ ഒരു ചോദ്യ പേപ്പർ വരത്തില്ല, ഉറപ്പായിട്ട് ഇത് വരും. ഓക്കെ, ഇനി നമുക്ക് ആ ഒരു ചാപ്റ്ററിൽ നിന്ന് ഒരു 5 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് ട്രാക്കിംഗ് സോഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക്. എന്ന് പറയുമ്പോൾ സാമൂഹിക വ്യത്യാസങ്ങളെ കണ്ടെത്താൻ, നമ്മുടെ എന്താ പറയുക, ഹാരപ്പൻ സംസ്കാരത്തിലെ സാമൂഹിക വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നോ, അതെങ്ങനെയൊക്കെ കണ്ടെത്താം എന്നുള്ളതിനെ കുറിച്ചൊരു 3 ടോപ്പിക്സ്, സബ് ടോപ്പിക്സ് അതിനകത്ത് വരുന്നുണ്ട്. ബെറിയൽസ്, ലക്ഷറീസ്, ഡ്വെല്ലിങ്സ് അല്ലേ. ശവകുടീരങ്ങളെ പറ്റി പഠിക്കുന്നു, ആഡംബര വസ്തുക്കളെ പറ്റി പഠിക്കുന്നു. ഡ്വെല്ലിങ്സ് എന്ന് പറയുമ്പോൾ താമസ സ്ഥലങ്ങളാണ്. ഓക്കെ, അതിനെപ്പറ്റി പഠിക്കുന്നുണ്ട്. അപ്പോൾ ഈ 3 സബ് ടോപ്പിക്സും യൂസ് ചെയ്തിട്ട് നമ്മൾ അവിടെ 5 മാർക്കിന് എഴുതി കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ആ ടോപ്പിക് എല്ലാവരും പഠിച്ചിട്ട് പോവുക. ഇനി അതുപോലെ തന്നെ സ്ട്രാറ്റജീസ് ഫോർ പ്രൊക്യൂർ റോ മെറ്റീരിയൽസ്, നമ്മുടെ അസംസ്കൃത വസ്തുക്കൾ കരസ്ഥമാക്കുന്നതിനുള്ള തന്ത്രങ്ങൾ എങ്ങനെയെല്ലാമായിരുന്നു. ഇതെല്ലാം ഇവിടുത്തെ കാര്യമാണ് പറയുന്നത്, ഹാരപ്പൻ സംസ്കാരത്തിനകത്തെ കാര്യമാണ് പറയുന്നത് അല്ലേ. അപ്പോൾ അവിടെ അവരെ എങ്ങനെയാണ് ഈ അസംസ്കൃത വസ്തുക്കൾ റോ മെറ്റീരിയൽസ് കൊണ്ടുവന്നിരുന്നത്. ഓക്കെ, അവിടെ നമ്മൾ പഠിക്കുന്ന, അവിടെ സബ് ടോപ്പിക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് പഠിക്കുന്നുണ്ട്. നമ്മുടെ ആ ഒരു സമൂഹത്തിനകത്ത് നിന്നും കൊണ്ടുവന്നിരുന്നു, അതുപോലെ വിദൂര സ്ഥലങ്ങളിൽ നിന്നും കൊണ്ടുവന്നിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു ടോപ്പിക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. 5 മാർക്കിന് അല്ലെങ്കിൽ 4 മാർക്ക് ഷോർട്ടസ്റ്റ് ലെവലിൽ ചോദിക്കുന്നതാണ്. ഇനി ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത ഒരു ടോപ്പിക്കാണ് സീൽസ്, സ്ക്രിപ്റ്റ്, വെയ്റ്റ്സ് എന്ന് പറയുമ്പോൾ മുദ്രകൾ, ലിപി, തൂക്കങ്ങൾ. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് എന്ത് ചെയ്യും, 2 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. കൂടുതലും ചാൻസ് നമ്മുടെ സ്ക്രിപ്റ്റിനാണ്. കൂടുതൽ ചോദ്യ പേപ്പറിൽ കണ്ടിട്ടുണ്ട്, എന്നാൽ സീൽസും വെയ്റ്റ്സും ചോദിക്കാറുണ്ട്. കൂടുതലും കണ്ടിട്ടുള്ളത് സ്ക്രിപ്റ്റ്സ് അഥവാ ലിപികളെ കുറിച്ച് എഴുതാനാണ്. ഓക്കെ, ഇനി അങ്ങനെ 2 മാർക്കിന് ഏതെങ്കിലും ഒന്ന് ചോദിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇത് 3 കൂടി ഒരുമിച്ച് ഒരു ഷോർട്ടസ്റ്റ് ആയിട്ട് 4 5 മാർക്കിന് അങ്ങനെയും ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത് 3 നിങ്ങൾ മനസ്സിലാക്കിയിട്ട് പോകണം കേട്ടോ. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണമെങ്കിൽ നിങ്ങൾക്ക് നാളെ എഴുതേണ്ടി വരും ഉറപ്പായിട്ടും. ഇനി ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്, വളരെ ഈസി ആയിട്ടുള്ള ഒരു ചോദ്യമാണ് എൻഡ് ഓഫ് സിവിലൈസേഷൻ. നമ്മുടെ ഹാരപ്പൻ സംസ്കാരം എങ്ങനെയാണ് അവസാനിച്ചത്, അതിൻ്റെ അന്ത്യം എങ്ങനെയായിരുന്നു എന്നുള്ളത് കുറേ പോയിന്റ്സ് പഠിക്കുന്നുണ്ട് അല്ലേ. കാലാവസ്ഥാ വ്യതിയാനം അല്ലേ, അതുപോലെ തന്നെ ആര്യന്മാരുടെ ആക്രമണം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആ പോയിന്റ്സ് എല്ലാം കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവുക. ഇത് ഉറപ്പായിട്ടും വരുന്ന ചോദ്യമാണ് കേട്ടോ. ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ അന്ത്യം അഥവാ എൻഡ് ഓഫ് ദ ഹാരപ്പൻ സിവിലൈസേഷൻ കൃത്യമായിട്ട് എല്ലാവരും പഠിച്ചിട്ട് പോകണം. എല്ലാവർക്കും പഠിക്കാൻ പറ്റുന്ന ഒരു ചോദ്യം കൂടിയാണത്. ഇനി ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്ന കുറച്ച് വൺ വേർഡ്സ് ഉണ്ട്, നമ്മളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്ന കുറച്ചധികം വൺ വേർഡ്സ്. അതുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്യാം. എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ നോക്കൂ, മില്ലറ്റ്സ് അഥവാ ചെറുധാന്യം അല്ലെ, മില്ലറ്റുകൾ എവിടെ നിന്നൊക്കെയായിരുന്നു ഹാരപ്പൻ സംസ്കാരത്തിനകത്ത് എവിടെ നിന്നൊക്കെയായിരുന്നു നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇതിനൊക്കെ അത് പല വസ്തുക്കൾ നമ്മളിവിടെ പഠിക്കുന്നുണ്ട്. ആ വസ്തുക്കളൊക്കെ എവിടെയൊക്കെ ഏത് സൈറ്റിൽ നിന്നാണ് നമ്മൾ കണ്ടെത്തിയത്, ആ വസ്തുക്കളുടെ അവശിഷ്ടങ്ങൾ എവിടെ നിന്നൊക്കെ കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വൺ വേർഡിനകത്ത് പഠിക്കുന്നത്. ഇത് ചോദിക്കാറുണ്ട് ഉറപ്പായിട്ടും. മില്ലറ്റ് എന്ന് പറയുമ്പോൾ ഗുജറാത്തിൽ നിന്നായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. മില്ലറ്റ് എവിടെ നിന്ന് കിട്ടി, ഗുജറാത്തിൽ നിന്ന് കിട്ടി. റൈസ് അഥവാ നെല്ല് അല്ലെങ്കിൽ അരി എന്ന് പറയാം നമുക്ക്. അരി നമുക്ക് എവിടെ നിന്ന് കിട്ടി, ലോതലിൽ നിന്നാണ്
കിട്ടിയത്, ലോത്തൽ. ഓക്കെ, ലോത്തൽ എന്ന് പറയുമ്പോൾ ഇന്നത്തെ ഗുജറാത്താണ് ലോത്തൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലോത്തൽ എന്താണെന്ന് മീൻസ് ലോതലും ഗുജറാത്തും ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ വെച്ചിട്ട് വൺ വേർഡ് ചോദിക്കാറുണ്ട്. അപ്പം ഞാൻ എഴുതിയിട്ടുള്ളതെല്ലാം കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവാം നിങ്ങൾ. മില്ലറ്റ്സ് ഗുജറാത്തിൽ നിന്ന്, റൈസ് അഥവാ അരി, ലോതൽ ലോതൽ എന്ന് പറയുന്നത് ഇന്നത്തെ ഗുജറാത്താണ്, അതും മനസ്സിലാക്കിയിരിക്കുക. ഇനി അതുപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ടെറാക്കോട്ട മോഡൽസ് ഓഫ് ദ പ്ലോ അഥവാ കലപ്പയുടെ കളിമൺ രൂപങ്ങൾ. ഓക്കെ, ഇതെവിടെ നിന്ന് കിട്ടി എന്നുള്ളത് നമ്മളെടുത്ത് എന്ത് ചെയ്യാറുണ്ട്, പലപ്പോഴും വൺ വേർഡിന് ചോദിക്കാറുണ്ട്. ഇതെവിടെ നിന്നൊക്കെയാണ്, 2 സൈറ്റിൽ നിന്നാണ്, കോലിസ്ഥാനിൽ നിന്നും അതുപോലെ തന്നെ ബനവലിയിൽ നിന്നുമാണ്. കോലിസ്ഥാൻ എന്ന് പറയുന്നത് എന്താണ്, ഇന്നത്തെ പാകിസ്ഥാനിനെയാണ് നമ്മൾ കോലിസ്ഥാൻ എന്ന് പറയുന്നത്. ബനവലി എന്ന് പറയുന്നത് ഇന്നത്തെ ഹരിയാന, ഞാൻ ഇവിടെ പൂർണ്ണമായിട്ട് എഴുതിയിട്ടില്ല, ഹരിയാനയാണ് ഇന്നത്തെ ഹരിയാനയാണ് ബനവലി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് ഇതെന്താണ് സംഭവം, എന്താണ് നമുക്ക് കിട്ടിയത്, എവിടെ നിന്ന് കിട്ടി എന്നുള്ളത് നമ്മൾ പഠിക്കണം. ഇതിൻ്റെയൊക്കെ ഇന്നത്തെ പേര് നമ്മൾ പഠിക്കണം. ഇതിൽ നിന്ന് എവിടെ നിന്ന് വേണോ കറക്കി കുത്തി നമുക്ക് വൺ വേർഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് കോലിസ്ഥാൻ പാകിസ്ഥാൻ, ബനവലി ഹരിയാന. എവിടെ നിന്നാണ് എന്ത് കിട്ടിയത്, ടെറാക്കോട്ട മോഡൽസ്, കലപ്പയുടെ കളിമൺ രൂപങ്ങൾ കിട്ടിയത്. അതുപോലെ തന്നെ കനാൽസ് അല്ലേ, മലയാളത്തിലും ഇംഗ്ലീഷ് ഒന്ന് തന്നെയാണല്ലോ. ഓക്കെ, അപ്പോൾ കനാലുകൾ എവിടെ നിന്നാണ് കിട്ടിയത്, കനാലുകളുടെ അവശിഷ്ടം എവിടെ നിന്ന് കണ്ടെത്തി, ഷോർത്തുഗായ് എവിടെയാണ്, ഇന്നത്തെ അഫ്ഗാനിസ്ഥാനാണ്. ഓക്കെ, അഫ്ഗാനിസ്ഥാനിലെ ഷോർത്തുഗായിൽ നിന്നാണ് എന്ത് കിട്ടിയത്, കനാലുകളുടെ അവശിഷ്ടങ്ങൾ കിട്ടിയത്. അപ്പോൾ ഈ പഴയ പേരും പുതിയ പേരും എന്തൊക്കെ വസ്തുക്കൾ കിട്ടി അത് അത്രയും നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. ഇനിയുണ്ട് വാട്ടർ റിസർവെയർ അഥവാ ജലസംഭരണി. ഓക്കെ, സംഭരണി എന്നാണ് ഈ അടയാളം കൂടിയുണ്ട്. ഓക്കെ, അപ്പോൾ വാട്ടർ റിസർവെയർ അഥവാ ജലസംഭരണി എവിടെ നിന്ന് കിട്ടി, ദൊളവീര എന്ന് പറയുന്നതും ഇന്നത്തെ ഗുജറാത്താണ് നമ്മൾ ദൊളവീര എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത പ്ലഫ്ഡ് ഫീൽഡ്, ഉഴുത നിലം, നമുക്ക് എവിടെ നിന്നാണ് ഇതിൻ്റെ അവശിഷ്ടം കിട്ടിയത്, കലിബംഗനിൽ നിന്നാണ് കിട്ടിയത്. കലിബംഗൻ എന്ന് പറയുമ്പോൾ ഇന്നത്തെ രാജസ്ഥാനാണ് കേട്ടോ, രാജസ്ഥാൻ. ഓക്കെ, ഇത് ഗുജറാത്താണ്, ഇത് രാജസ്ഥാൻ. ഓക്കെ, അപ്പോൾ ഇത് കൃത്യമായിട്ട് എല്ലാവരും പഠിക്കുക. ഇതിൽ നിന്ന് ഉറപ്പായിട്ട് ഒരു 4 മാർക്കിനെങ്കിലും വൺ വേർഡ് ചോദിക്കാറുണ്ട് കേട്ടോ, മാച്ച് ദ ഫോളോവിംഗ് ആയിട്ട്. നമുക്കറിയാം ഹിസ്റ്ററി എക്സാമിൽ ആദ്യമേ തന്നെ ഒരു മാച്ച് ദ ഫോളോവിംഗ് ആയിരിക്കും ഇങ്ങനെ കോളം വരച്ചുള്ളത്, മിക്കവാറും അതിൽ തന്നെ വരാനും ചാൻസ് ഉണ്ട് ഏതെങ്കിലും ഒക്കെ. ഓക്കെ, അതുകൊണ്ട് എല്ലാം അത് കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവാം. ഇനി അവിടെ നമ്മൾ എന്താ പറയുക, ഒരു ഷോർട്ടസ്റ്റ് നമ്മളൊരു ചോദ്യം പറഞ്ഞിരുന്നു, റോ മെറ്റീരിയൽസ് എങ്ങനെയൊക്കെയായിരുന്നു ഇവർ കൊണ്ടുവന്നിരുന്നത് എന്നുള്ളത് അല്ലേ. അപ്പോൾ അതിനകത്ത് വരുന്ന 3 വൺ വേർഡ്സ് ആണ്, ഇതും പ്രത്യേകിച്ച് ചോദിക്കാറുണ്ട്. ദിൽമുൻ എന്ന് അവിടെ 3 സ്ഥലങ്ങളെ പറ്റി പറയുന്നുണ്ട്, ദിൽമുൻ, മഗൻ, മെലൂഹ. ഇതൊക്കെ ഏത് സ്ഥലങ്ങളാണെന്ന് പറയുന്നുണ്ട്. ദിൽമുൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബഹ്റൈൻ എന്ന് പറയുന്ന സ്ഥലത്തെയാണ് ഉദ്ദേശിച്ചത്. മഗൻ എന്ന് വെച്ചാൽ ഒമാനിനെയാണ് പറയുന്നത്. അതുപോലെ മെലൂഹ എന്ന് വെച്ചാൽ ഹാരപ്പയാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ ആ റോ മെറ്റീരിയൽസ് എങ്ങനെ, അസംസ്കൃത വസ്തുക്കൾ എങ്ങനെയൊക്കെ കളക്ട് ചെയ്തിരുന്നു എന്നുള്ള ഷോർട്ടസ്റ്റ് ചോദ്യം വന്നില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അവിടെ അതിനകത്ത് തന്നെ വരുന്ന ഈ 3 വൺ വേർഡ് സെക്ഷനിൽ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതും നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കാം. ഇനി നമ്മുടെ ഇവിടുത്തെ ലാസ്റ്റ് പോർഷനിൽ നിന്ന് തന്നെ നമുക്ക് ചോദിക്കുന്ന ഒരു 2 മാർക്ക് ചോദ്യമാണ്, ഏതെങ്കിലും 2 ആർക്കിയോളജിസ്റ്റുകളുടെ പേര് എഴുതാൻ വേണ്ടിയിട്ട് ചോദിക്കും. ഓക്കെ, ആർക്കിയോളജിസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താ, പുരാവസ്തു ഗവേഷണർ, അങ്ങനെ എന്തോ അല്ലേ പറയുന്നത്. ആർക്കിയോളജിസ്റ്റുകളുടെ പേര് നമുക്ക് കുറേ പേരുണ്ട്. കണ്ണിങ്ഹാം എഴുതാം, ദയാറാം സഹിനി എഴുതാം, R.D. ബാനർജി എഴുതാം, ജോൺ മാർഷൽ എഴുതാം. ഇതിലേതെങ്കിലും 2-3 പേരുകളൊക്കെ ഒന്ന് പഠിച്ചു വെച്ചിട്ട് പോവുക കേട്ടോ. പിന്നെ ഇതിൽ ഒരിക്കലും മറന്നു പോരുത് നമ്മുടെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, ASI അല്ലേ, അത് മലയാളം കാര്യം അങ്ങനെയല്ലേ പഠിക്കേണ്ടേ. ആർക്കിയോളജി സർവേ ഓഫ് ഇന്ത്യയുടെ സ്ഥാപകൻ അല്ലെങ്കിൽ ആദ്യത്തെ ഡയറക്ടർ ജനറൽ എന്ന് പറയുന്നത് നമ്മുടെ അലക്സാണ്ടർ കണ്ണിങ്ഹാം ആണ്. ഓക്കെ, അലക്സാണ്ടർ കണ്ണിങ്ഹാമിനെയാണ് നമ്മൾ കണ്ണിങ്ഹാം എന്ന് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആർക്കിയോളജി സർവേ ഓഫ് ഇന്ത്യയുടെ ഫൗണ്ടർ ആരാണ്, കണ്ണിങ്ഹാം ആണ് ആദ്യത്തെ ഡയറക്ടർ ജനറൽ എന്ന് പറയുന്നത്. അപ്പോൾ അത് വേറൊരു വൺ വേർഡ്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് 2 ആർക്കിയോളജിസ്റ്റുകളുടെ പേര് എഴുതാൻ പറഞ്ഞ് ഇതിലേതെങ്കിലും 2 പേരെയൊക്കെ എഴുതി വെച്ചാൽ മതിയാവും. ഓക്കെ, ഇനി അടുത്ത് നമ്മുടെ 2ാമത്തെ ചാപ്റ്ററിലോട്ട് പോകുമ്പോൾ ഒരുപാട് 4 മാർക്കിൻ്റെ 5 മാർക്കിൻ്റെ ചോദ്യങ്ങൾ ഒത്തിരി കാണാൻ പറ്റുമേ. ഓക്കെ, വളരെ പ്രധാനമാണ് ഈ ചാപ്റ്റേഴ്സ് ഒക്കെ. നോക്കിയേ, അതായത് 2ാമത്തെ പാഠത്തിൽ വരുമ്പോൾ അവിടെ ആദ്യമേ നിങ്ങൾ പഠിക്കേണ്ടതാണ് 6ാം നൂറ്റാണ്ടിൽ ഉണ്ടായ കുറച്ച് വികസനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്, 6th സെഞ്ച്വറിയിൽ ഉണ്ടായ ഡെവലപ്മെൻറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് എന്താണ് കൃത്യമായിട്ട് ഒരു 5-6 പോയിന്റ്സ് ഉള്ള ആ പോയിന്റുകളെല്ലാം പഠിച്ചു വെച്ചിട്ട് പോവുക. ഒരു 4 മാർക്കിന് അല്ലെങ്കിൽ 3 മാർക്കിനൊക്കെ അത് ചോദിക്കാറുണ്ട് കേട്ടോ. മഹാജനപദങ്ങൾ ഉയർന്നു വന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പോയിന്റാണ്, അപ്പോൾ അത് പഠിക്കുക. ഇനി അതുപോലെ ഒരിക്കലും മിസ്സാക്കരുത് നമ്മുടെ മഹാജനപദങ്ങളുടെ സവിശേഷതകൾ അല്ലെ, ഫ്യൂച്ചേഴ്സ് ഓഫ് മഹാജനപദാസ്. ഓക്കെ, മഹാജനപദങ്ങളുടെ പ്രത്യേകതകൾ എന്തായിരുന്നു, അതും ഒരു 6-7 പോയിന്റ്സ് ആണ്, അത് കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവുക. മഹാജനപദങ്ങൾ രാജാക്കന്മാരാണ് ഭരിക്കുന്നത്, ഗണങ്ങളെന്നും സംഘങ്ങളെന്നും ഡിവൈഡ് ചെയ്തിരുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ പോയിന്റ്സ് ഉണ്ട്. അത് നോക്കി അത് കൃത്യമായിട്ട് പഠിച്ചിട്ട് പോകുക, അത് ചോദിക്കാറുണ്ട്. ഇനി 2 മാർക്കിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ധർമ്മസൂത്രങ്ങൾ എന്താണെന്നുള്ളത്. ധർമ്മസൂത്രങ്ങൾ മലയാളത്തിലും അങ്ങനെ തന്നെയാണ്, അതെന്താണെന്നുള്ളത് ഒന്ന് ജസ്റ്റ് ഒരു 1-2 സെന്റൻസിൽ പഠിച്ചിട്ട് പോകണം. അതുപോലെ തന്നെ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത ഒരു ചോദ്യമാണ് ഫ്യൂച്ചേഴ്സ് ഓഫ് മഗധ. മഗധയുടെ സവിശേഷതകൾ എന്തെല്ലാമായിരുന്നു. നമുക്കറിയാം 16 മഹാജനപദങ്ങളിൽ ഏറ്റവും പ്രോമിനൻ്റ് ആയി വന്ന ഒരാളാണ് നമ്മുടെ മഗധ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ മഗധയാണ് പഠിക്കുന്നത്, ബാക്കിയുള്ള 15-നെക്കാളും ഏറ്റവും പ്രോമിനൻ്റ് ആയി വളരെ ഉയർന്നു വന്ന ഒരു എന്താ പറയുക ഒരു മഹാജനപദമാണ് മഗധ. അപ്പോൾ അതെന്തുകൊണ്ടാണ് ഉയർന്നു വന്നത് എന്ന് പറഞ്ഞ് ചോദിക്കാറുണ്ട്, മഗധയുടെ സവിശേഷതകൾ. അത് ഉറപ്പായിട്ടും ചോദിക്കുന്ന ചോദ്യമാണ്. അവിടെയും കുറച്ച് പോയിന്റുകളാണ് പഠിക്കാനുള്ളത്, ആ പോയിന്റ്സ് മാത്രം പഠിച്ചിട്ട് പോയാൽ മതി, സുഖമായിട്ട് 4-5 മാർക്കൊക്കെ നമുക്ക് കയ്യിലാവും. ഇനി അടുത്ത് നമുക്ക് ഒരു essay ചോദ്യം വരുന്നുണ്ട്, മൗര്യ സാമ്രാജ്യത്തെ കുറിച്ചിട്ട് എഴുതാൻ വേണ്ടി ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഇത് നമ്മൾ
ഉറപ്പായിട്ട് ഓണം എക്സാമിനൊക്കെ കുറച്ചുകൂടി ചാൻസ് ഉണ്ട് മൗര്യ സാമ്രാജ്യത്തെ പറ്റി ചോദിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതെന്തായാലും കൃത്യമായിട്ട് പഠിക്കുക. അവിടെ എന്തൊക്കെ എഴുതണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു ചോദിക്കുമ്പോൾ ഇത് ഒരു പഴയ ടെക്സ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറയുന്ന കാര്യം ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. മൗര്യ സാമ്രാജ്യത്തിൻ്റെ ചോദിക്കുമ്പോൾ നമ്മുടെ മെഗസ്തനീസിൻ്റെ ഇൻഡിക്ക എന്ന് പറയുന്ന ടെക്സ്റ്റ്, അതായത് ഒരു ഇൻട്രൊഡക്ഷൻ വേണം. അവിടെ നമ്മൾ 3 ടെക്സ്റ്റുകളുടെ പേര് എഴുതാനുണ്ട്. മെഗസ്തനീസിൻ്റെ ഇൻഡിക്ക, ഓക്കെ, മെഗസ്തനീസ് ആണ് ഇൻഡിക്ക എന്ന് പറയുന്ന ടെക്സ്റ്റ് ചെയ്തത്. അതുപോലെ തന്നെ കൗടില്യൻ്റെ അർത്ഥശാസ്ത്ര എന്ന് പറയുന്ന ടെക്സ്റ്റ്, പിന്നെ വിശാഖദത്തൻ്റെ മുദ്ര രാക്ഷസ എന്ന് പറയുന്ന ടെക്സ്റ്റ്. ഈ 3 ടെക്സ്റ്റുകൾ നമ്മളവിടെ ആ തുടങ്ങുമ്പോൾ തന്നെ നമ്മളവിടെ കൊടുക്കണം. ഓക്കെ, മെഗസ്തനീസിൻ്റെ ഇൻഡിക്ക, കൗടില്യൻ്റെ അർത്ഥശാസ്ത്ര, വിശാഖദത്തൻ്റെ മുദ്ര രാക്ഷസ എന്ന് പറയുന്ന ടെക്സ്റ്റ്. ഓക്കെ, ഇത് അല്ല ഈ ചോദിച്ചില്ലെങ്കിൽ ഈ 3 ടെക്സ്റ്റുകൾ വൺ വേർഡ് ആയിട്ടും ചോദിക്കാറുണ്ട് കേട്ടോ. ഇനി നമ്മൾ അതിനുശേഷം നമ്മൾ അവിടെ എഴുതേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ഈ ഒരു ടോപ്പിക്കാണ് മൗര്യന്മാരുടെ ഭരണരീതി എങ്ങനെയായിരുന്നു എന്നുള്ളത്. അവിടെ പാട്ടലിപുത്ര, ടാക്സില, ഉജ്ജയിനി, തോഷാലി, സുവർണഗിരി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ രാഷ്ട്രീയ കേന്ദ്രങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു ടോപ്പിക്ക് ഭരണം എങ്ങനെയായിരുന്നു എന്നുള്ളത് എഴുതണം. അതുപോലെ തന്നെ നമ്മൾ ഈ അവിടുത്തെ പ്രൊവിൻഷ്യൽ ആൻഡ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ, ഈ ഒരു പോയിന്റൊക്കെ ഇല്ലേ, ഇതൊക്കെ എഴുതണം. കുറേ കമ്മിറ്റികൾ രൂപീകരിക്കുന്നതും, ഓക്കെ, സ്ഥാനിക, ഗ്രാമിക, ഈ പോയിന്റൊക്കെ അവിടെ വരണം. അതുപോലെ മിലിറ്ററി സിസ്റ്റം കൂടി നമ്മൾ അവിടെ എഴുതണം. സൈന്യം എങ്ങനെയായിരുന്നു എന്നുള്ളത് നമ്മൾ അവിടെ എഴുതണം. ഓക്കെ, അവിടുത്തെ ഈ പോയിന്റ്സ് ഒക്കെ നമ്മൾ വരിക. ഇത്രയും നമ്മൾ എഴുതുമ്പോഴാണ് നമ്മുടെ മൗര്യ സാമ്രാജ്യത്തിൻ്റെ നമുക്ക് കംപ്ലീറ്റ് ആവുക. അപ്പോൾ മലയാളം മീഡിയം ടെക്സ്റ്റ് ആരും ഇതൊന്നും എടുത്ത് നോക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ പോയിന്റ്സ് ഒക്കെ അവിടെ ഉണ്ട്, ഉറപ്പായിട്ടും ടെക്സ്റ്റിലുണ്ട്. ഇത്രയും കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്ത് എഴുതണം. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ അശോകൻ്റെ ദമ്മയും എഴുതാം കേട്ടോ. ഓക്കെ, എന്തായാലും ഇത്രയും കൂടി നമ്മൾ എഴുതുമ്പോഴാണ് നമ്മുടെ മൗര്യ സാമ്രാജ്യത്തിൻ്റെ കംപ്ലീറ്റ് ആവുന്നത്. അശോകൻ്റെ ദമ്മ ഉറപ്പായിട്ട് നമുക്ക് സെപ്പറേറ്റ് ചോദ്യം ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. നാലഞ്ച് മാർക്കിന് ചോദിക്കുന്നതാണ് അശോകൻ്റെ ദമ്മ. അപ്പോൾ അശോകൻ്റെ 6 ദമ്മങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അത് 6 പോയിന്റ്സ് കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവുക. ഇനി ഒരു 2 മാർക്ക് ചോദ്യമാണ് ഈ ചാപ്റ്ററിൽ നിന്നുള്ള ഡിവൈൻ കിങ്സ് അഥവാ ദൈവിക രാജാക്കന്മാരുടെ പ്രത്യേകതകൾ എന്തായിരുന്നു. ഓക്കെ, അതൊക്കെ നമ്മൾ അത് 2 മാർക്ക് ലെവലിൽ പഠിച്ചിട്ട് പോവുക കേട്ടോ. ഇനി അടുത്ത ഒരു വൺ വേർഡ് ആണ് ബ്രഹ്മി സ്ക്രിപ്റ്റ് വായിച്ചതായിരുന്നു. ബ്രഹ്മി ലിപിയൊക്കെ വായിച്ചെടുത്തത് ആരായിരുന്നു? ജെയിംസ് പ്രിൻസപ്പ് ആയിരുന്നു. ഇത് ഷുവറായിട്ട് എന്താണ് മാറി ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു വൺ വേർഡ് ആണ്. ആരാണ് ബ്രഹ്മി ലിപി വായിച്ചതെന്നുള്ളത്? ജെയിംസ് പ്രിൻസപ്പ് ആണ് ബ്രഹ്മി ലിപി വായിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇനി നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് മിസ്സാക്കാൻ പാടില്ലാത്ത നെക്സ്റ്റ് ഒരു ചോദ്യമാണ് ലിമിറ്റേഷൻസ് ഓഫ് ഇൻസ്ക്രിപ്ഷൻസ് അഥവാ ലിഖിത തെളിവുകളുടെ പരിമിതികൾ. ഈ ചാപ്റ്ററിൻ്റെ ഏറ്റവും അവസാനം നോക്കുമ്പോൾ നിങ്ങൾക്ക് കുറേ പോയിന്റ്സ് കാണാൻ പറ്റും. അതാണ് ഈ ഒരു ചോദ്യം കേട്ടോ. ഇൻസ്ക്രിപ്ഷൻസ്, ലിഖിത തെളിവുകളുടെ പരിമിതികൾ. ഇത് എപ്പോഴും ചോദിക്കുന്നതാണ്. ഒരു 4-5 മാർക്കിനൊക്കെ ഉറപ്പായിട്ടും ചോദിക്കുന്ന ചോദ്യമാണ് കേട്ടോ. അപ്പോൾ അത് കൃത്യമായിട്ട് പഠിക്കാം. ഓക്കെ, ഇത്രയാണ് നമ്മുടെ 2ാമത്തെ പാഠത്തിൽ നിന്ന് പഠിക്കാനുള്ളത്. ഇനി 3ാമത്തെ പാഠത്തിൽ പോകുമ്പോൾ ആദ്യമേ നമുക്ക് എപ്പോഴും ചോദിക്കുന്ന ഒരു വൺ വേർഡ് ഉണ്ട്. ആരാണ് മഹാഭാരതത്തിൻ്റെ ക്രിട്ടിക്കൽ എഡിഷൻ അഥവാ വിമർശനാത്മക പതിപ്പ് തയ്യാറാക്കിയത് ആരായിരുന്നു എന്നുള്ളത്? ആരാണ്? VS സൂക്തങ്കാർ ആയിരുന്നു മഹാഭാരതത്തിൻ്റെ വിമർശനാത്മക പതിപ്പ്. ഓക്കെ, വിമർശിച്ചു കൊണ്ടുള്ള ഒരു എഡിഷൻ തയ്യാറാക്കിയത് ആരായിരുന്നു? VS സൂക്തങ്കാർ. അത് ഉറപ്പായിട്ടും പഠിച്ചിട്ട് പോകും. ആ പേര് ഉറപ്പായിട്ട് ചോദിക്കുന്നതാണ്. ഇനി നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പഠിക്കേണ്ടതാണ് ടൈപ്സ് ഓഫ് മാരേജ്. അത് നമ്മുടെ എന്താ പറയുക, മാരേജിൻ്റെ പല ടൈപ്പ് നമ്മൾ സോഷ്യോളജിയിലൊക്കെ +1 പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. എൻഡോഗമി, എക്സോഗമി, പോളിഗൈനി, പോളി ആൻഡ്രി. ഇതിൻ്റെ മലയാള പദങ്ങൾ എൻഡോഗമി, എക്സോഗമി ഉണ്ടല്ലോ. നമുക്ക് മലയാളം മീഡിയംകാർക്ക് എൻഡോഗമി, എക്സോഗമി എന്ന് തന്നെയാണ് പലപ്പോഴും ചോദിക്കാറുള്ളത്. കാരണം ഇതിൻ്റെ മലയാളം ടേംസ് എന്ന് പറയുന്നത് സ്വഗണ വിവാഹം അങ്ങനെ എന്തോ പറഞ്ഞിട്ടാണ്. ആ ഒരു ടേംസ് വരുമ്പോൾ നമുക്ക് ആൻസറിലോട്ട് എത്താൻ എളുപ്പമായത് കാരണം എൻഡോഗമി, എക്സോഗമി എന്ന് തന്നെയായിരിക്കും മിക്കവാറും മലയാളംകാർക്കും ചോദിക്കാൻ ചാൻസ് ഉള്ളത് കേട്ടോ. ഇനി പോളിഗൈനി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ബഹുഭാര്യത്വം. പോളി ആൻഡ്രി എന്താണ്? ബഹുഭർത്തൃത്വമാണ്. ഓക്കെ, അപ്പോൾ അത് ഈ 4 ഫോംസ് ഓഫ് മാരേജും എന്താണെന്നുള്ളത് അറിഞ്ഞു വെച്ചേക്കുക. ഇതൊരു 2-3 മാർക്കിനൊക്കെ ചോദിക്കുന്ന കാര്യമാണ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഈ എൻഡോഗമി, എക്സോഗമിയാണ്. ഇത് പലപ്പോഴും ചോദിക്കാറുള്ള ചോദ്യമാണ്. എൻഡോഗമി, എക്സോഗമി കേട്ടോ. അത് കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവുക. ഇനി അതുപോലെ തന്നെ വർണ്ണ സിസ്റ്റം. എല്ലാവർക്കും മാർക്ക് സ്കോർ ചെയ്യാൻ എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യനാണ് വർണ്ണ സിസ്റ്റം അഥവാ വർണ്ണ സമ്പ്രദായം. എത്ര വർണ്ണങ്ങളുണ്ട്? 4 വർണ്ണങ്ങൾ അല്ലേ? ബ്രാഹ്മിൻസ്, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര എന്ന് പറഞ്ഞ് 4 വർണ്ണങ്ങളുണ്ട്. പക്ഷേ നമ്മൾ വർണ്ണങ്ങളുടെ പേര് മാത്രം എഴുതി വെച്ച് നമുക്ക് 1 മാർക്കും കിട്ടാൻ പോകുന്നില്ല. നമ്മൾ പേരും വർണ്ണങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ എഴുതണം. ഈ ഓരോ വർണ്ണങ്ങളും ചെയ്യുന്ന ഡ്യൂട്ടീസ് എന്താണ്, അവർ ചെയ്യുന്ന വർക്കുകൾ എന്താണെന്നുള്ളത് എഴുതണം. ബ്രാഹ്മിൻസ് എന്ത് ചെയ്യുന്നു? വേദങ്ങൾ പഠിപ്പിക്കുന്നു അല്ലേ? വേദങ്ങൾ പഠിക്കുന്നു. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങൾ എന്തൊക്കെ വർക്കുകളാണ് ഓരോ വർണ്ണങ്ങളും ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ എഴുതണം. ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ട് പോകാൻ ഉറപ്പായിട്ടും ചോദിക്കുന്ന ചോദ്യമാണ്. ഇനി അതുപോലെ ഒരു 2 മാർക്കിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നമ്മുടെ ജാതി എന്താണ്, അതുപോലെ തന്നെ വർണ്ണം എന്താണ്, ജാതിയും വർണ്ണവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത്. ഓക്കെ, ജാതി എന്ന് പറയുമ്പോൾ എന്താണ് ഉള്ളത്? ജാതി എന്ന് പറയുമ്പോൾ
ഒരുപാട് ജാതികളുണ്ട് അല്ലേ? ജാതി എന്ന് പറയുമ്പോൾ ഒരുപാട് ജാതികളുണ്ട്. പക്ഷെ വർണ്ണങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ്? 4 വർണ്ണങ്ങളേ ഉള്ളൂ. ബ്രാഹ്മൺ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര. അത് തന്നെയാണ് അവ തമ്മിലുള്ള മെയിൻ ആയിട്ടുള്ള വ്യത്യാസം എന്ന് പറയുന്നത് കേട്ടോ. ഇനി അടുത്ത് വരുന്നതാണ്, നോക്കൂ, നമ്മുടെ മഹാഭാരതം പോലെയുള്ള അത്രയും എന്താ പറയുക, അത്രയും വലിയൊരു ഒരു ഗ്രന്ഥം എന്താണ് വായിക്കുന്ന സമയത്ത് ചരിത്രകാരന്മാർ ശ്രദ്ധിക്കേണ്ട ഘടകങ്ങൾ അഥവാ എലമെന്റ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ട് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കേട്ടോ. ഒരു 4-5 മാർക്കിന് അല്ലെങ്കിൽ 3 മാർക്ക് ഈ ഒരു റേഞ്ചിലാണ് ഈ ചോദ്യങ്ങളൊക്കെ വരുന്നത്. ഓക്കെ, അപ്പോൾ ഹിസ്റ്റോറിയൻസ് എന്തൊക്കെ എലമെന്റ്സ് ആണ് മഹാഭാരതം പോലെയുള്ള ഒരു ടെക്സ്റ്റ് പഠിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതിൻ്റെ ഡേറ്റ്, ഓദർ, എഴുതിയ ആൾ ആരാണ്, ആർക്ക് വേണ്ടി എഴുതിയതാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അതിന് ആ ആൻസറിൽ വരുന്നത്. അത് കൃത്യമായിട്ട് കുറച്ച് പോയിന്റ്സേ ഉള്ളൂ, 6 പോയിന്റ് എന്തോ ആണ് ഉള്ളത്. അത് കൃത്യമായിട്ട് എല്ലാവരും പഠിച്ചിട്ട് പോകും. അത് ഉറപ്പായിട്ടും ചോദിക്കും കേട്ടോ, ഉറപ്പായിട്ടും ചോദിക്കുന്ന ചോദ്യമാണ്, എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന ചോദ്യമാണ്, ഉത്തരമാണ്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഹസ്തിനപുരയിൽ പഠനം നടത്തിയത് ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബി ലാൽ. അതൊരു വൺ വേർഡ് പലപ്പോഴും ചോദിക്കാറുണ്ട്. ഹസ്തിനപുരയിലെ എക്സ്കവേഷൻസ് ഒക്കെ നടത്തിയത് ആരായിരുന്നു? ബി ലാൽ ആയിരുന്നു. ആ ഒരു പേര് നിങ്ങൾ പഠിച്ചിട്ട് പോവുക. ഇനി ഈ ഒരു ചാപ്റ്ററിന്റെ അവസാനം പഠിക്കേണ്ട ഒരു കാര്യമാണ് ഡൈനാമിസം ഓഫ് മഹാഭാരത, അഥവാ മഹാഭാരതത്തിന്റെ ഊർജ്ജസ്വരതയെ പറ്റിയിട്ട്. ഇതൊരു 3-4 മാർക്കിന് ചോദിക്കുന്ന ഒരു ഷോർട്ട് എസ്സേ ചോദ്യമാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, പലപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കേട്ടോ. മഹാഭാരതത്തിന്റെ ഡൈനാമിസം അഥവാ ഊർജ്ജസ്വരത ഈ ചാപ്റ്ററിന്റെ ഏറ്റവും അവസാനം പോകുമ്പോൾ കാണാൻ പറ്റും. അവിടെ നമ്മൾ എന്താണ് ഊർജ്ജസ്വരത, ഡൈനാമിസം എന്താണെന്ന് എഴുതണം. അതുപോലെ തന്നെ മഹാശ്വേത ദേവിയുടെ കുന്തിയോ നിഷാദി എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്കിന്റെ പേരൊക്കെ നമ്മൾ അവിടെ എഴുതണം കേട്ടോ. അതൊക്കെ നിങ്ങൾ ഓർത്തിരിക്കണം. ഓക്കെ, ആ ടോപ്പിക്ക് വായിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാവും. ഇനി 4ാമത്തെ പാഠത്തിലോട്ട്, നമ്മളെ ബുദ്ധിസം ഒക്കെ വരുന്ന പാഠമാണ് അല്ലേ. 4ാമത്തെ പാഠത്തിലോട്ട് പോകുമ്പോൾ അവിടെ കുറച്ച് വൺ വേർഡുകൾ ആദ്യമേ പഠിച്ചു വെക്കാനുണ്ട്. അതായത് സാഞ്ചി സ്തൂപത്തെ പറ്റി നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. സാഞ്ചി സ്തൂപം എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്? ഭോപ്പാൽ, മധ്യപ്രദേശിലെ ഭോപ്പാലാണ് എന്തുള്ളത്? സാഞ്ചി സ്തൂപം ഉള്ളത്. അത് വൺ വേർഡ് ആയിട്ട് ചോദിക്കാം. അതുപോലെ 3-ാം നൂറ്റാണ്ടിൽ സാഞ്ചി സ്തൂപം പണികഴിപ്പിച്ചത് ആരായിരുന്നു? അശോകനാണ് പണികഴിപ്പിച്ചത്. അപ്പം അതൊരു വൺ വേർഡ് ആയിട്ട് ചോദിക്കാം. അതുപോലെ തന്നെ അന്നേരം സാഞ്ചി സ്തൂപം പരിപാലിച്ച് പോയിരുന്നവർ അല്ലെ, അതിന് പ്രിസർവ് ചെയ്ത് പോയിരുന്നവർ രണ്ട് വ്യക്തികളാണ്. ആരൊക്കെയാണ്? ഷാജഹാൻ ബീഗവും അതുപോലെ തന്നെ സുൽത്താൻ ജഹാൻ ബീഗം. ഇതിനെ ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് കേട്ടോ, ഷാജഹാൻ ബീഗം പേരുകളല്ലേ, ഷാജഹാൻ ബീഗവും സുൽത്താൻ ജഹാൻ ബീഗം. അപ്പോൾ ഇവിടെ 3 വൺ വേർഡ്സ് നമ്മൾ പറഞ്ഞു. സാഞ്ചി സ്തൂപം ഭോപ്പാൽ മധ്യപ്രദേശിലുണ്ട്. അശോകനാണ് 3-ാം നൂറ്റാണ്ടിൽ പണികഴിപ്പിച്ചത്. പിന്നെ ഇത് പ്രിസർവ് ചെയ്ത് സാഞ്ചി സ്തൂപത്തെ പരിപാലിച്ച് പോയിരുന്നവർ ആരായിരുന്നു അന്നത്തെ കാലത്ത്? ഷാജഹാൻ ബീഗവും സുൽത്താൻ ജഹാൻ ബീഗവും. അതത്രയും വൺ വേർഡ്സ് ആയിട്ട് പഠിച്ചു വെക്കുക. ഇനി ഒരു വൺ വേർഡ് ഉണ്ട്, ഇത് മാച്ച് ദ ഫോളോവിംഗ് വൺ വേർഡ്സിലൊക്കെ ചോദിക്കുന്ന ഒരു സംഭവമാണ്. ഇത് ഇത്രയും പഠിച്ചിട്ട് തന്നെ പോകണം. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും മക്കൾ നിങ്ങൾക്ക് വരും ഉറപ്പായിട്ടും. അപ്പോൾ ഇറാൻ എന്ന് പറയുന്നത് മീൻസ് അതായത് കുറേ വ്യക്തികൾ അവരെവിടെ നിന്ന് വന്നു എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ ഇപ്പം മനസ്സിലാക്കുക. ഇത്തരം പേരുകളും അവരെവിടത്തെക്കാരാണെന്ന് മാത്രം പഠിച്ചാൽ മതി നമുക്ക്. ഇറാനിൽ നിന്ന് വന്ന ആളാണ് സരദൂസ്ട്ര എന്ന് പറയുന്നത്. സരദൂസ്ട്ര എന്ന് പറയുന്നത് ഇറാൻകാരനാണ്. അതുപോലെ ചൈനയിൽ നിന്ന് വന്ന വ്യക്തിയാണ് കോങ്സി എന്ന് പറയുന്നത്. ഗ്രീസിൽ നിന്ന് വന്ന വ്യക്തിയാണ് പ്ലാറ്റോയും അരിസ്റ്റോട്ടിലും എന്ന് പറയുന്നത്. ഇന്ത്യയിലുള്ള ആൾക്കാരാണ് മഹാവീരൻ, ബുദ്ധിസം ഒക്കെ, ബുദ്ധനും ഒക്കെ അല്ലെ, ബുദ്ധൻ. ഓക്കെ, മഹാവീര, ബുദ്ധ. ഓക്കെ, അപ്പോൾ ഇത് എന്താ പറയുക, നമ്മൾ കുറച്ച് കാര്യങ്ങളായിട്ട് ഡീറ്റെയിൽ ആയിട്ട് അവിടെ പഠിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് വൺ വേർഡ് ആയിട്ട് ചോദിക്കാറുള്ളൂ. അപ്പോൾ ഇതെന്താണ്, ആൾക്കാരുടെ പേര് എവിടത്തുകാരാണ് എന്നുള്ളത് മാത്രം ഒന്ന് പഠിച്ചിട്ട് പോവാം. ഇത് മസ്റ്റായിട്ട് പഠിക്കണം കേട്ടോ എല്ലാവരും. ഇത് ഉറപ്പായിട്ടും ചോദിക്കുന്നതാണ്. ഇനി അടുത്ത് നമ്മുടെ ജൈനിസം, ജൈന മതത്തെ പറ്റി കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവാം. അതുപോലെ ബുദ്ധിസം, ബുദ്ധമതത്തെ പറ്റി. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് 6 മാർക്കിന് എഴുതാൻ ചോദിക്കാറുണ്ട് കേട്ടോ. 6 മാർക്കിന് അല്ലെങ്കിൽ 5 മാർക്കിന് അങ്ങനെ ഒരു ലെവലിൽ ചോദിക്കാറുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ആയിരിക്കും നമുക്ക് ചോദിക്കുന്നുണ്ടാവുക. ഓക്കെ, രണ്ടും പഠിച്ചിട്ട് പോകണം. ഏത് ചോദിക്കാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ രണ്ട് നമ്മൾ പഠിച്ചിട്ട് പോയാലേ ശരിയാവും. പക്ഷേ ഈ ജൈനമതം പഠിക്കുമ്പോൾ അവിടെ നമ്മൾ കുറേ വൺ വേർഡുകൾ പഠിക്കുന്നുണ്ട് ആദ്യം. ഓക്കെ, അതായത് തീർത്ഥങ്കരന്മാരാരായിരുന്നു, ആദ്യത്തെ തീർത്ഥങ്കരൻ ആരാണ്, അവസാനത്തെ തീർത്ഥങ്കരൻ ആരാണ് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് വൺ വേർഡ്. അതുപോലെ തന്നെ നമ്മുടെ മഹാവീരൻ എവിടെ ജനിച്ചു, എവിടെ മരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സ്ഥലങ്ങളുടെ പേര് നമ്മൾ പഠിക്കുന്നുണ്ട്. ആ വൺ വേർഡുകൾ പഠിക്കണം. അതുപോലെ തന്നെ മഹാവീരൻ്റെ ടീച്ചിങ്സ് നമ്മൾ പഠിക്കണം. എന്തൊക്കെ ഉപദേശങ്ങളാണ് മഹാവീരൻ നൽകിയത്. മഹാവീരൻ ആരാ? ജൈനിസത്തിൻ്റെ ഫൗണ്ടറാണ് ആര്? മഹാവീരൻ. ഓക്കെ, അപ്പോൾ മഹാവീരൻ്റെ ഉപദേശങ്ങളെ പറ്റി പഠിക്കണം. അത്രയും പഠിക്കുമ്പോഴാണ് ജൈനിസം ഓക്കെ ആവുന്നത്. ജൈനിസം അങ്ങനെ ഒരു ഷോർട്ടസ്റ്റ് ലെവലിൽ ചോദിച്ചില്ലെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ വൺ വേർഡുകളൊക്കെ എന്ത് ചെയ്യും, ഉറപ്പായിട്ട് ചോദിക്കും. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം കൃത്യമായിട്ട് വായിച്ച് പഠിച്ചിട്ട് പോവുക. ബുദ്ധിസം വരുമ്പോഴും ബുദ്ധിസത്തിന് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മുടെ ബുദ്ധൻ്റെ ഉപദേശങ്ങളാണ്. ഓക്കെ, ബുദ്ധൻ്റെ ഉപദേശങ്ങൾ ചോദിക്കാത്ത ചോദ്യ പേപ്പറുകളില്ല. അതുകൊണ്ട് തന്നെ ബുദ്ധൻ്റെ ഉപദേശങ്ങൾ കൃത്യമായിട്ട് എല്ലാവരും പഠിച്ചിട്ട് പോകണം. ഓക്കെ,
നിങ്ങൾക്ക് മാപ്പിലും അതുപോലെ തന്നെ വൺ വേർഡ് സെക്ഷനിലും ബുദ്ധിസമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന 4 ചോദ്യങ്ങളുണ്ട്. അതായത് 4 പ്ലേസുകൾ നിങ്ങൾ പഠിക്കണം. ലുംബിനി, ബോധ്ഗയ, സാരനാഥ്, കുസിനഗര. ഇതൊക്കെ മലയാളത്തിൽ ഇങ്ങനെയാണ്: ലുംബിനി, ബോധ്ഗയ, സാരനാഥ്, അതുപോലെ തന്നെ കുസിനഗരം എന്നതോ പറയും. ഓക്കെ, ഈ 4 ഇങ്ങനെയാണ് മലയാളത്തിലും. അപ്പോൾ ഇതൊക്കെ എന്താണ് പ്രത്യേകത ഈ 4 സ്ഥലങ്ങളുടെ? ലുംബിനി എന്ന് പറയുന്നത് നമ്മുടെ ബുദ്ധൻ ജനിച്ച സ്ഥലത്താണ് ലുംബിനി എന്ന് പറയുന്നത് കേട്ടോ. ലുംബിനിയിലാണ് എന്ത് ചെയ്യുന്നത്? ബുദ്ധൻ ജനിക്കുന്നത്. അപ്പോൾ ബുദ്ധന്റെ ജനന സ്ഥലമാണ് ഇത് ലുംബിനി. അതുപോലെ ബോധ്ഗയ എന്താണ്? ബുദ്ധന് എൻലൈറ്റ്മെന്റ് കിട്ടിയത്, ബോധജ്ഞാനം കിട്ടിയത് ബോധ്ഗയയിൽ വെച്ചിട്ടാണ്. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ചു വെച്ചേക്കുക. ഇനി അതുപോലെ തന്നെ ക്ലാരിറ്റി പോയോ? വന്നല്ലോ. ഇനി സാരനാഥ് എന്ന് പറയുന്നത് ബുദ്ധൻ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സെർമൺ, ആദ്യത്തെ സ്പീച്ച് പറഞ്ഞ സ്ഥലമാണ് സാരനാഥ് എന്ന് പറയുന്നത് കേട്ടോ. ആദ്യത്തെ സെർമൺ, ആദ്യത്തെ സ്പീച്ച്. ഓക്കെ, അതാണ് സാരനാഥ്. ഇനി കുശിനഗരം എന്ന് പറയുന്നത് എന്താണ്? കുശിനഗരം അവിടെയാണ് ബുദ്ധൻ എന്ത് ചെയ്തത്? ബുദ്ധൻ്റെ അന്ത്യസ്ഥലമാണ് കുശിനഗരം എന്ന് പറയുന്നത്. അതായത് അവിടെ വെച്ചിട്ടാണ് നിർവ്വാണം അഥവാ മോക്ഷം കിട്ടിയത് കുശിനഗരത്തിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഈ 4 സ്ഥലങ്ങളും നമുക്ക് എങ്ങനെയെങ്കിലൊക്കെ ഏതെങ്കിലുമൊക്കെ തരത്തിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ എഴുതേണ്ടി ക്വസ്റ്റ്യൻസ് ആയിട്ട് ഉണ്ടാവും. നിങ്ങൾ ഈ 4 സ്ഥലങ്ങളും പഠിച്ചിട്ട് പോകണം. ഉറപ്പായിട്ടും ഇതിൽ നിന്ന് ചോദ്യം ഉണ്ടാവും കേട്ടോ. 4 സ്ഥലങ്ങളുടെ പ്രത്യേകത ഒന്നുമില്ലെങ്കിൽ മാപ്പിലെങ്കിലും ചോദിക്കാറുണ്ട് കേട്ടോ. ഇനി അതുപോലെ ഈ പാഠത്തിൽ നിന്ന് പഠിക്കേണ്ടതാണ് സ്തൂപങ്ങൾ എന്താണ്. സ്തൂപങ്ങൾ എന്താണെന്നുള്ളത് 2 മാർക്കിന് ചിലപ്പോൾ ചോദിക്കാം. അപ്പോൾ അതിൻ്റെ ഒരു ഡെഫിനേഷൻ ഒന്ന് പഠിച്ചു പോകാൻ 1-2 സെൻറ്റൻസിൽ ടെക്സ്റ്റിലുണ്ട്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്നതാണ് സ്തൂപങ്ങളുടെ ഘടന എന്താണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ സ്തൂപങ്ങളുടെ ഘടന ചോദിച്ചാലും അത് 4 മാർക്കിനൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഘടന ചോദിച്ചാൽ സ്തൂപങ്ങൾ എന്താണ് എന്നുള്ളത് 1-2 മാർക്കിന് എഴുതിയിട്ട് ഘടന എഴുതാൻ പോവുക. ഘടന എന്ന് പറയുമ്പോൾ അണ്ട, ഹാർമിക, യഷ്ടി, ചാത്രി എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ സ്ട്രക്ചർ നമ്മൾ പഠിക്കുന്നുണ്ട്. അതെല്ലാം കൃത്യമായിട്ട് ഈ 4 ടേംസും അവിടെ വരണം, എങ്കിലേ അവിടെ ഫുൾ മാർക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. അണ്ട, ഹാർമിക, യഷ്ടി, ചാത്രി. ഓക്കെ, അതത്രയും നമ്മൾ പഠിച്ചിട്ട് പോവാം. ഇനി മഹായാന ബുദ്ധിസം, ഹീനയാന ബുദ്ധിസം. ഇത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു 4 മാർക്കിന് ചോദിക്കുന്ന ചോദ്യമാണ്. മഹായാന ബുദ്ധിസവും മഹായാനം, ഹീനയാനം അല്ലേ. അപ്പോൾ ഇത് രണ്ടും എന്താണ് വ്യത്യാസം എന്നുള്ളത്. ബുദ്ധിസം 2ആയിട്ടൊക്കെ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് ഇത് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവാം. ഇത് ഉറപ്പായിട്ടും ചോദിക്കുന്ന ചോദ്യം തന്നെയാണ് കേട്ടോ. ഇനി നമ്മുടെ 5ാമത്തെ പാഠത്തിലോട്ട് പോകുമ്പോൾ അവിടെ നമുക്ക് ഒരു എസ് എ പാഠം എന്ന് തന്നെ നമുക്ക് പറയാം. അതായത് അൽബെർണി, അവിടെ നമ്മൾ 3 യാത്രികരെയാണല്ലോ പഠിക്കുന്നത്. അൽബെർണി, ഇബൻ ബത്തൂത്ത, ഫ്രാൻകോയിസ് ബെർണിയർ. ഇതിൽ 3 ഏത് വേണമെങ്കിലും ഒരാളെ എസ് എ ആയിട്ട് നമുക്ക് ചോദിക്കാം. ഓക്കെ, അപ്പം നമ്മൾ ഫുള്ളി അത്യാവശ്യം പഠിക്കണം എന്നാണ് അർത്ഥം. ഓക്കെ, അൽബെർണി നമ്മൾ പഠിക്കുമ്പോൾ അവിടെ നമ്മൾ പ്രധാനമായിട്ട് പഠിക്കേണ്ടത് കിതാബുൽ ഹിന്ദ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ബുക്കിനെയാണ്, ബുക്കിൻ്റെ പ്രത്യേകതകളെയാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത്. ഓക്കെ, അൽബെർണി എസ് എക്ക് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം അൽബെർണി എവിടെ നിന്ന് വന്നു, എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത, ആരാണ് അയാൾ എന്നുള്ളതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എഴുതണം. എന്നിട്ട് കിതാബുൽ ഹിന്ദിനെ പറ്റിയിട്ട് നമ്മളവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് എഴുതേണ്ടതാണ് നമ്മുടെ ഇന്ത്യയുടെ ജാതി സമ്പ്രദായത്തെ പറ്റി, കാസ്റ്റ് സിസ്റ്റത്തെ പറ്റിയിട്ട് അൽബെർണി ഒരു വിവരണം തരുന്നുണ്ട്. അതിനെക്കുറിച്ചിട്ട് നമ്മൾ എഴുതണം. ഇത്ര എഴുതുമ്പോഴാണ് അൽബെർണിയുടെ എസ് എ കംപ്ലീറ്റ് ആവുക. അൽബെർണി എസ് എക്ക് ചോദിച്ചില്ല എന്നുണ്ട് എങ്കിൽ ഉറപ്പായിട്ടും ഈ 2 ചോദ്യങ്ങളും സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കാം. അതിൽ ഏറ്റവും പ്രധാനം കിതാബ് അൽ ഹിന്ദാണ്. കിതാബ് അൽ ഹിന്ദിൻ്റെ പ്രത്യേകത 80 ചാപ്റ്റേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരുന്നു. ഓക്കെ, ഓരോന്നും തുടങ്ങുന്നത് ഓരോ ചോദ്യങ്ങളായിട്ടാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അവൻ്റെ പ്രത്യേകതകൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ കിതാബ് അൽ ഹിന്ദിൻ്റെ പ്രത്യേകതകൾ എന്തായിരുന്നു എന്നുള്ളത് കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവുക. ഇനി അതുപോലെ തന്നെ കാസ്റ്റ്, ജാതി സമ്പ്രദായത്തെക്കുറിച്ച് അദ്ദേഹം എന്ത് പറഞ്ഞു എന്നുള്ളതും സെപ്പറേറ്റ് ആയിട്ട് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ആ 2 ടോപ്പിക്സ് നിങ്ങൾ പഠിച്ചിട്ട് പോകണം. ഇനി അടുത്ത ഇബൻ ബത്തൂത്തയാണ് കുറച്ചുകൂടി നമുക്ക് എസ് എക്ക് ചാൻസ് ഉള്ള ഒരാളെന്ന് പറയുന്നത്. ഇബൻ ബത്തൂത്ത കണ്ടോ, നമ്മുടെ മലയാളത്തിലും അത് തന്നെയാണല്ലോ, ഇബനു ബത്തൂത്ത. ഓക്കെ, അപ്പോൾ ഇബനു ബത്തൂത്ത എന്ന് പറയുമ്പോൾ ആഗോള സഞ്ചാരി, ഗ്ലോബൽ ട്രോട്ടർ എന്നാണ് നമ്മൾ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ അതെന്തുകൊണ്ടാണെന്നുള്ളത് നമ്മൾ എസ് എക്ക് ചോദിക്കുകയാണെങ്കിൽ അത് അവിടെ എഴുതണം. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ടെക്സ്റ്റ് ബുക്കാണ് റിഹ്ല എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ റിഹ്ലയെക്കുറിച്ച് നമ്മൾ അവിടെ എഴുതണം. അതുപോലെ തന്നെ അദ്ദേഹം വളരെ രസകരമായിട്ട് പറഞ്ഞതാണ് കോക്കനട്ടിനെയും പാനിനെയും പറ്റിയിട്ടുള്ള ഒരു വിവരണം അല്ലേ, തേങ്ങയും വെറ്റിലയും പറ്റിയിട്ട് എഴുതാൻ പറ്റും. ഇതെല്ലാവർക്കും എഴുതാൻ പറ്റുന്ന ഒരു സംഭവമാണ് അല്ലേ. ഞാനൊക്കെ പഠിക്കുന്ന ടൈമിൽ നമ്മളെ ക്ലാസ്സിൽ ഈ ഒരു ഇബനു ബത്തൂത്ത വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഉത്സാഹിച്ചിരുന്ന ഒരു എന്താ പറയുക ടോപ്പിക്കായിരുന്നു ഈ തേങ്ങയും വെറ്റില എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ ഇന്ത്യൻ സിറ്റീസ്, ഇന്ത്യൻ നഗരങ്ങളെ കുറിച്ചിട്ട് ഇബനു ബത്തൂത്ത തന്നിട്ടുള്ള വിവരണം എന്താണെന്നുള്ളതും ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇബൻ ബത്തൂത്ത എസ് എ ടോപ്പിക്കാണ്. അന്നേരം എസ് എ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഈ ടോപ്പിക്സ് എല്ലാം നമ്മൾ എന്ത് ചെയ്യണം, എഴുതേണ്ടതുണ്ട് കേട്ടോ.
ഈ ടോപ്പിക്സ് എല്ലാം നമ്മൾ എഴുതണം. അഥവാ എസ്സേക്ക് 8 മാർക്കിന് ചോദിച്ചില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതിലേതെങ്കിലുമൊക്കെ ഓരോ ടോപ്പിക്ക് സെപ്പറേറ്റ് ആയിട്ട് ഷോർട്ട് എസ്സേ ആയിട്ട് ചോദിക്കാറുണ്ട്. പ്രത്യേകിച്ചും ഇന്ത്യൻ നഗരങ്ങളെക്കുറിച്ച് ഇബ്നു ബത്തൂത്ത എന്ത് പറഞ്ഞു എന്നുള്ളതൊക്കെ പ്രത്യേകിച്ച് 4 മാർക്കിനൊക്കെ അല്ലാതെയും ചോദിക്കാറുണ്ട്. ഇനി ഫ്രാങ്കോയിസ് ബെർണിയറും എസ്സേക്ക് ചോദിക്കുന്നതാണ് കേട്ടോ. ഫ്രാങ്കോയിസ് എന്താണ് ബെർണിയർ. അപ്പോൾ അവിടെ നമ്മൾ അദ്ദേഹം ആരായിരുന്നു എന്നുള്ളതൊരു ഇൻട്രൊഡക്ഷൻ നമ്മൾ അവിടെ കൊടുക്കണം. എന്നിട്ട് അദ്ദേഹം കിഴക്കിനെയും പടിഞ്ഞാറിനെയും തമ്മിൽ താരതമ്യ പഠനം നടത്തിയിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഈസ് കമ്പയറിംഗ് ഓഫ് ഈസ്റ്റിനെയും വെസ്റ്റിനെയും പറ്റി തമ്മിൽ കമ്പയർ ചെയ്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ എഴുതണം. ഇനി അദ്ദേഹത്തിൻ്റെ ടെക്സ്റ്റ് ബുക്കാണ് ട്രാവൽസ് ഇൻ ദ മുഗൾ എംപയർ എന്ന് പറയുന്നത്, അഥവാ മുഗൾ സാമ്രാജ്യത്തിലെ യാത്രകൾ അല്ലേ. അപ്പോൾ ട്രാവൽസ് ഇൻ ദ മുഗൾ എംപയറിനെ കുറിച്ച് ആ ടെക്സ്റ്റ് ബുക്കിൻ്റെ പേര് അവിടെ വരണം. അതുപോലെ തന്നെ അദ്ദേഹം ഭൂ ഉടമസ്ഥതയെ പറ്റിയിട്ട് പറയുന്നുണ്ട്, ലാൻഡ് ഓണർഷിപ്പിനെ പറ്റിയിട്ടൊക്കെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കൂടി ഇൻക്ലൂഡ് ആകുമ്പോഴാണ് ഫ്രാങ്കോയിസ് ബെർണിയറിൻ്റെ എസ്സേ കംപ്ലീറ്റ് ആവുന്നുണ്ടാവുക. ഓക്കെ, ഇനി അഥവാ എസ്സേക്ക് ചോദിച്ചില്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഓരോ ടോപ്പിക്സ് എടുത്ത് സെപ്പറേറ്റ് ഷോർട്ട് എസ്സേ ആയിട്ടും ചോദിക്കാറുണ്ട്. അപ്പോൾ ബേസിക്കലി പറഞ്ഞ ഈ ഒരു 5ാമത്തെ പാഠം നമുക്ക് എല്ലാം പഠിച്ചാലേ നമുക്ക് എന്താ പറയാൻ പറ്റൂ, അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നമുക്ക് എഴുതാൻ പറ്റത്തുള്ളൂ. അങ്ങനെയാണ് ഈ ഒരു 5ാമത്തെ പാഠത്തിൻ്റെ ഒരു ഘടന. തീർന്നിട്ടില്ലടെ, അവിടെ അവസാനം വരുന്നൊരു ടോപ്പിക്കാണ് വിമൺ സ്ലേവ്സ്, സതി, ലാബറേഴ്സ്, സ്ത്രീകൾ, അടിമകൾ, സതി സമ്പ്രദായം, അതുപോലെ തന്നെ തൊഴിലാളികളെ പറ്റിയിട്ടൊരു ടോപ്പിക്ക്. ഇത് സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ഷോർട്ട് എസ്സേ ചോദ്യമാണ്. ഓക്കെ, ബേസിക്കലി ആ 5ാമത്തെ പാഠം അത്യാവശ്യം എല്ലാ കാര്യങ്ങളും പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താണ് ഒരു ഫുൾ മാർക്ക് A+ ഒക്കെ എയിം ചെയ്ത് നിൽക്കുന്നവർ കംപ്ലീറ്റ് ആയിട്ട് ഇതിനെ പഠിച്ചിട്ട് പോകേണ്ട ഒരു ചാപ്റ്ററായിട്ട് ഞാൻ പറയുന്നുണ്ട്. പക്ഷെ എന്നാലും ഒരു അത്രയും ഒരു നമ്മൾ നോട്ട് ചെയ്ത് പഠിച്ചാൽ മതി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ പഠിക്കേണ്ടത് കിതാബ് അൽ ഹിന്ദിനെ കുറിച്ച് പഠിച്ചിട്ട് പോവുക. അതായത് എല്ലാം പഠിക്കാൻ പറ്റത്തില്ല എന്നുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. കിതാബ് അൽ ഹിന്ദ്, അൽബെർണിയുടെ കിതാബ് അൽ ഹിന്ദ് മസ്റ്റായിട്ട് നിങ്ങൾ പഠിച്ചിട്ട് പോവുക. പിന്നെ അതുപോലെ തന്നെ ഈ തേങ്ങയുടെ വെറ്റിലയുടെ കാര്യം പഠിക്കുക, അതെല്ലാവർക്കും പറ്റുന്നത് തന്നെയാണ്. പിന്നെ ഇബ്നു ബത്തൂത്തയുടെ ഇന്ത്യൻ നഗരങ്ങളെക്കുറിച്ച്, ഇന്ത്യൻ സിറ്റീസിനെ കുറിച്ച് തന്നിട്ടുള്ള വിവരണം നിങ്ങൾ പഠിച്ചിട്ട് പോകണം. അതുപോലെ തന്നെ ഫ്രാങ്കോയിസ് ബെർണിയറിൻ്റെ ഈ ലാൻഡ് ഓണർഷിപ്പ് ഇല്ലേ, ഇതിൻ്റെ കാര്യം, ഫുഡ് ഉടമസ്ഥതയെ പറ്റി പറഞ്ഞ കാര്യം പഠിച്ചിട്ട് പോകണം. ഓക്കെ, പിന്നെ ഈ ടിക്കറ്റുള്ള ടോപ്പിക്സ് എങ്കിലും നിങ്ങൾ മിനിമം എന്ത് ചെയ്യുക, പഠിച്ചിട്ട് പോകുക. മാക്സിമം ഇതിൽ എഴുതിയിട്ടുള്ള എല്ലാ ടോപ്പിക്സും പഠിക്കുക. മിനിമം ഈ ടിക്കറ്റുള്ള പോയിന്റ്സ് എങ്കിലും നിങ്ങൾ പഠിച്ചിട്ട് പോവുക. പിന്നെ നിങ്ങൾ എന്ത് പഠിച്ചാലും ഇല്ലെങ്കിലും പഠിക്കേണ്ട കാര്യമാണ് ഈ 3 ആൾക്കാരുടെ പേരും അവരുടെ ടെക്സ്റ്റ് ബുക്കുകളും. ഓക്കെ, അത് മസ്റ്റായിട്ടും പഠിച്ചിട്ട് പോകണം. അൽബുർണിയുടെ ടെക്സ്റ്റാണ് കിതാബ് അൽ ഹിന്ദ്, ഇബ്ൻ ബത്തൂത്തയുടെയാണ് റിഹ്ല എന്ന് പറയുന്നത്, ഫ്രാങ്കോയിസ് ബെർണിയറിൻ്റെതാണ് ട്രാവൽസ് ഇൻ ദ മുഗൾ എംപയർ എന്ന് പറയുന്നത്. ആ ടെക്സ്റ്റ് ബുക്കുകളുടെ പേര് എല്ലാവരും പഠിച്ചിട്ട് പോകണം കേട്ടോ. ഓക്കെ, പിന്നെ എന്താ പറയുക, ഈ ഒരു ടോപ്പിക്കും ഉണ്ട്, ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്നതാണ്. ഇത് എളുപ്പമാണ്. സ്ത്രീകളുടെ പ്രശ്നങ്ങളെ പറ്റി പറയുന്നുണ്ട്, അടിമകളുടെ എങ്ങനെയായിരുന്നു, സതി സമ്പ്രദായം, തൊഴിലാളി, ഇതൊക്കെ ജനറൽ ആയിട്ടായാലും നമുക്ക് പണ്ട് മുതലേ പഠിച്ചിരുന്നതായതുകൊണ്ട് നമുക്ക് അങ്ങനെയെങ്കിലുമൊക്കെ തള്ളിമറിച്ച് ചെയ്താൻ പറ്റുന്ന ടോപ്പിക്കാണ്. ഓക്കെ, അപ്പം അത്രയും കാര്യങ്ങൾ എല്ലാവരും നോക്കിയിട്ട് പോവുക. ഇനി നമ്മുടെ 6ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് സൂഫിസം അല്ലെ. നിങ്ങൾക്ക് പലപ്പോഴും കൺഫ്യൂഷനായിട്ട് നിൽക്കുന്ന ഒരു ചാപ്റ്റർ ആയിരിക്കും. എനിക്കും പഠിച്ചിട്ടുണ്ടാവില്ല, എനിക്ക് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു കേട്ടോ. പക്ഷേ എന്നാലും നമുക്ക് അവിടെ സെലക്റ്റീവായിട്ട് പഠിക്കാൻ പറ്റുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട്. അതൊക്കെ വളരെ രസകരമായിട്ട് പഠിക്കാനും പറ്റും. ആദ്യമേ തന്നെ ഭക്തി മൂവ്മെൻറ്റിൻ്റെ ഒരു എസ്സേ ചോദ്യം അവിടെ വരുന്നുണ്ട്. അത് വളരെ രസകരമായിട്ട് പഠിക്കാതെ എസ്സേ ചോദ്യമാണ്. ഓക്കെ, ഭക്തി മൂവ്മെൻറ്റ് എസ്സേ ചോദിക്കുകയാണെങ്കിൽ ഭക്തി പ്രസ്ഥാനം അല്ലേ, അവിടെ നമ്മൾ എഴുതേണ്ട കാര്യങ്ങൾ ആൾവാർസും നായനാർസും ആരായിരുന്നു എന്നുള്ളത് എഴുതണം. തമിഴ്നാട്ടിലെ ആഴ്വാരന്മാരും നായനാർമാരും ആരായിരുന്നു എന്നുള്ളത് നമ്മൾ അവിടെ എഴുതണം. പിന്നെ ഈ ഭക്തി പ്രസ്ഥാനത്തിൻ്റെ സവിശേഷതകൾ എഴുതണം. അതുപോലെ തന്നെ വിമൺ ഡിവോട്ടീസ് അഥവാ സ്ത്രീ ഭക്തർ ആരൊക്കെയായിരുന്നു എന്നുള്ളത് എഴുതണം. വീരശൈവ പ്രസ്ഥാനം, വീരശൈവ ബാസവണ്ണയുടെ വീരശൈവ പ്രസ്ഥാനത്തെ പറ്റി എഴുതണം. ഇത്രയും ടോപ്പിക്സ് ആണ്, സബ് ടോപ്പിക്കുകളാണ് ഭക്തി മൂവ്മെൻറ്റ് എസ്സേ, ഭക്തി പ്രസ്ഥാനം എസ്സേക്ക് നമ്മളെടുത്ത് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എഴുതേണ്ട പോയിന്റുകൾ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇനി ഭക്തി പ്രസ്ഥാനം എസ്സേക്ക് ചോദിച്ചില്ലെങ്കിലോ, ഇതൊക്കെ പഠിക്കണ്ടായോ? അങ്ങനെയല്ല, ഇതിലെല്ലാം ഞാൻ എന്താ പറയുക, ഈ ഹിൻറ്റുകളായിട്ട് കൊടുത്തിട്ടില്ലേ പോയിന്റ്സ്, ഇതൊക്കെയും ഷോർട്ട് എസ്സേ ആയിട്ടും പ്രത്യേകിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഓക്കെ, നിങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഇത്രയും തന്നെ പഠിച്ചാലും നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് സ്കോർ ചെയ്യാൻ പറ്റും. അതായത് ആൾവാരന്മാരും നായനാർമാരും എല്ലാ ചോദ്യ പേപ്പറിലും 2 മാർക്കിനെങ്കിലും ചോദിക്കുന്ന ചോദ്യമാണ് അല്ലേ. ഈ ആൾവാരന്മാർ എന്ന് പറയുന്നത് ആരാടെ? ആൾവാർസ് എന്ന് പറയുന്നത് ആരാണ്? നമ്മുടെ വിഷ്ണുവിനെ ആരാധിക്കുന്നവരാണ് ആര്? ആൾവാർസ് എന്ന് നമ്മൾ പറയുന്നത് അല്ലേ. വിഷ്ണു ഭഗവാനെ ആരാധിച്ചു പോകുന്നവരാണ് ആൾവാർസ്. നായനാർസ് എന്ന് പറയുന്ന ആരാണ്? ശിവഭക്തരാണ്, ശിവനെ ആരാധിച്ചു പോകുന്നവരാണ് നായനാർസ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ വിമൺ ഡിവോട്ടീസ് ഇല്ലേ, അതാണ് കാരക്കൽ അമ്മയാർ, അപ്പാർ, സാമന്താർ, സുന്ദരാർ എന്നൊക്കെ പറഞ്ഞ് കുറേ സ്ത്രീ ഭക്തരുടെ പേരൊക്കെ പഠിക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾ നോക്കിയിട്ട് പോവുക. ഇനി വീരശൈവ പ്രസ്ഥാനം ഉറപ്പായിട്ടും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു 5 മാർക്കിന് വരെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് വീരശൈവ പ്രസ്ഥാനം. 4-5 മാർക്കിന് ഷോർട്ട് എസ്സേ ആയിട്ട് ഉറപ്പായിട്ടും ചോദിക്കുന്ന ചോദ്യമാണ് വീരശൈവ പ്രസ്ഥാനം. ബാസവണ്ണയാണ് കൊണ്ടുവന്നത്, കർണാടകയിലായിരുന്നു ഇത് ഉണ്ടായിരുന്നത്. ഇനി ഇതിൻ്റെ കുറേ പ്രത്യേകതകളുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം ഒരു ഷോർട്ട് എസ്സേ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചിട്ട് പോകണം. ഓക്കെ, ശിവഭക്ത
ഭക്തരായിരുന്നു വീരശൈവക്കാരെന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അതെന്തായാലും പഠിച്ചിട്ടു. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഭക്തി മൂവ്മെന്റ് എസ്സേക്കായിട്ട് പഠിക്കണം. അത് മാത്രമല്ല എന്താണ് ആൾവാർസും നായനാസും പ്രത്യേകം പഠിക്കുക, വിമൻ ഡിവോട്ടീസ് പ്രത്യേകം പഠിക്കുക, വീരശൈവ പ്രസ്ഥാനം പ്രത്യേകം പഠിക്കുക. ഇനി ഒരു 2 മാർക്ക് 4 മാർക്ക് റേഞ്ചിൽ ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളാണ്. ഖാൻഖാസും സിൽസിലാസിൻ്റെയും എന്താണ് ഡിഫറൻസ് എഴുതാൻ ചോദിക്കും. എന്താണ് ഖാൻഖാസും സിൽസിലാസും? നിങ്ങൾക്ക് എന്താ പറയുക, ഒരു ഷോർട്ടായിട്ട് ഇപ്പം പറയുകയാണെങ്കിൽ ഖാൻഖാസ് എന്ന് പറയുന്നത് സൂഫി സന്യാസി ശ്രേഷ്ഠന്മാരൊക്കെ താമസിച്ചിരുന്ന സ്ഥലങ്ങളെയാണ് ഖാൻഖകൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഖാൻഗാഹുകൾ എന്നൊക്കെ പറയുന്നത് കേട്ടോ, ഖാൻഖാസ്. ഇനി സിൽസിലകൾ എന്ന് പറയുന്നത് സൂഫി ഓർഡേഴ്സ് ആണ്. അതായത് സൂഫിസത്തെ തന്നെ പലതരത്തിലുള്ള ഓർഡറുകളായിട്ട് തരംതിരിച്ചിട്ടുണ്ടായിരുന്നു, പല ലെവൽസ് ആയിട്ട്. അതിനെയാണ് നമ്മൾ സിൽസില എന്ന് പറയുന്നത്. ഓക്കെ, അത് സിമ്പിൾ ആയിട്ട് ഒരൊറ്റ സെൻറ്റൻസിൽ പറഞ്ഞതാണ്. കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, വായിച്ച് മനസ്സിലാക്കിയിട്ട് പോകണം. ഉറപ്പായിട്ടും ചോദിക്കും. ഇനി ഉറപ്പായിട്ടും ചോദിക്കുന്ന എളുപ്പമുള്ള ഒരു ചോദ്യമാണ് സിയാറത്തും ഖവാലിയും എന്തായിരുന്നു എന്നുള്ളത്. എളുപ്പമായിട്ട് പറയുകയാണെങ്കിൽ സിയാറത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ എന്താണ് സൂഫി സന്യാസിമാരുടെ ശവകുടീരങ്ങളിലോട്ട് നടത്തുന്ന യാത്രകളെയാണ് സിയാറത്തുകൾ എന്ന് നമ്മൾ പറയുന്നത്. സിയാറത്ത് മനസ്സിലായല്ലോ, ആ ഒരു യാത്ര, സൂഫി സന്യാസി ശ്രേഷ്ഠന്മാരുടെ ശവകുടീരങ്ങളിലോട്ടുള്ള യാത്രയാണ് സിയാറത്ത് എന്ന് പറയുന്നത്. ഇനി ഖവാലി എന്ന് പറയുമ്പോൾ എന്താണ്? ഖവാലി എന്ന് പറയുന്നത് അങ്ങനെയുള്ള സിയാറത്ത് യാത്രകളിൽ അവർ പാടിയിരുന്ന പാട്ടുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഖവാലികളെന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, സിയാറത്തും ഖവാലി എന്ന് പറയുന്നത് അത്രയേ ഉള്ളൂ. ഇനി അതുപോലെ തന്നെ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ലാസ്റ്റ് പഠിക്കുന്നുണ്ട് കബീർ ദാസും ഗുരു നാനാക്കിനെ പറ്റിയും മീരാബായിയെ പറ്റിയിട്ടും. ഇതിലേതെങ്കിലും ഒരാളെ കുറിച്ചിട്ട് ഒരു ഷോർട്ട് എസ്സേ ആയിട്ടൊക്കെ നമുക്ക് എഴുതാൻ ചോദിക്കാറുണ്ട് കേട്ടോ. കബീറിനെ പറ്റിയിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ ഗുരു നാനാക്ക് ആവാം, അല്ലെങ്കിൽ മീരാബായി ആവാം. അപ്പോൾ നിങ്ങൾ ഒരു വളരെ ഷോർട്ടായിട്ടെങ്കിലും നിങ്ങൾ 3 പേരെ കുറിച്ചിട്ടൊന്ന് പഠിച്ചിട്ട് പോകുന്നത് നല്ലതായിരിക്കും. പ്രത്യേകിച്ചും കബീറിനെ കുറിച്ച് പഠിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ എന്താ പറയുക, അവിടെ നമ്മൾ 3 ടേംസുകളൊക്കെ പഠിക്കുന്നുണ്ട്. കബീർ ബിജക്ക്, കബീർ ഗ്രന്ഥാവലി, ആദി ഗ്രന്ഥ സാഹിബ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ടേംസുകളൊക്കെ അവിടെ വരണം. ഗുരു നാനാക്കിനെ പറ്റി പഠിക്കുമ്പോഴായാലും അദ്ദേഹത്തിൻ്റെ കുറച്ച് ശിഷ്യന്മാരുടെ പേരൊക്കെ പഠിക്കുന്നുണ്ട്, അതൊക്കെ വരണം. മീരാബായി എന്ന് പറയുമ്പോൾ എളുപ്പമാണ്, ഒരു കഥ പോലെ പഠിക്കാം. കൃഷ്ണഭക്തിയായിരുന്നു അല്ലേ, എന്താ പറയുക, കൊട്ടാരമൊക്കെ വിട്ട് ഇറങ്ങി പോകുന്ന ഒരു കഥയാണ് മീരാബായിയുടെ കഥ എന്ന് പറയുന്നത്. അപ്പോൾ അതെല്ലാം ഡീറ്റെയിൽ ആയിട്ടൊന്ന് വായിച്ചിട്ട് പോവാം. ഓക്കെ, അപ്പം ഇതിലേതെങ്കിലും ഒരെണ്ണം എന്ത് ചെയ്യാം, ഉറപ്പായിട്ടും ചോദിക്കും. കബീർദാസോ ഗുരു നാനാക്കോ അല്ലെങ്കിൽ മീരാബായിയോ ഒക്കെ ഇതിലേതെങ്കിലും ഒരെണ്ണമൊക്കെ നമുക്ക് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ +2 ഹിസ്റ്ററിക്ക് വേണ്ടി പഠിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും, അത്യാവശ്യം കുറേ കാര്യം നമ്മൾ വെറും ഇമ്പോർട്ടൻറ്റ് ചോദ്യങ്ങൾ മാത്രമാണ് ഡിസ്കസ് ചെയ്തത്. പക്ഷേ എങ്കിൽ കൂടി നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ പഠിക്കാനുണ്ട് അല്ലേ. അപ്പോൾ അത്യാവശ്യം എന്താ പറയുക, ഒരുപാട് എന്താ പറയുക വർഷങ്ങളിൽ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ് നമ്മളവിടെ എല്ലാം ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ പഠിച്ചിട്ട് പോയാൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് ഉറപ്പായിട്ടും +2 ഹിസ്റ്ററിയിൽ സ്കോർ ചെയ്യാൻ പറ്റുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, കാരണം ഇത് ഏറ്റവും മോസ്റ്റ്ലി ഇമ്പോർട്ടൻ്റ് ഉള്ള ചോദ്യങ്ങൾ തന്നെയാണ് നമ്മളിവിടെ പഠിച്ചത് കേട്ടോ, നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഈ ചോദ്യങ്ങളെല്ലാം നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കി കണ്ടുപിടിച്ച് എന്ത് ചെയ്യുക, പഠിച്ചിട്ട് പോകണം. 1 വേർഡുകൾ ഇവിടെ പറഞ്ഞ 1 വേർഡുകളെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, ഉറപ്പായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിട്ട് പോവുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് എന്താണ് വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.